നമസ്കാരം. ക്ഷേത്രത്തിലെ തീർത്ഥം, പ്രണാളത്തിലൂടെ ഒഴുകി വരുന്ന തീർത്ഥം, അത് കുടിച്ച് ജീവൻ കളയരുത് എന്നൊരപേക്ഷയാണ്. എന്തുകൊണ്ടിങ്ങനെ പറയുന്നു എന്ന് നമുക്ക് നോക്കാം. ശ്രദ്ധിക്കുക. പ്രണാളം എന്ന് പറയുന്നത് ശ്രീകോവിലിൽ പ്രതിഷ്ഠ വിഗ്രഹത്തിൽ അഭിഷേകം ചെയ്ത് ആ ജലം പുറത്തേക്ക് വരുന്ന ഓവിനെയാണ് ഉദ്ദേശിച്ചത്. നാം ഇങ്ങനെ കലശം ആടുന്നു, അഭിഷേകം കഴിക്കുന്നു, ഇതൊക്കെ നോക്കി നിന്ന ശേഷം ശിവക്ഷേത്രത്തിലാണെങ്കിൽ 24 മണിക്കൂറും ഈ പ്രണാളത്തിലൂടെ ഇല്ലെങ്കിൽ ആ ഓവിലൂടെ തീർത്ഥം ഒഴുകി വന്നുകൊണ്ടിരിക്കും. അഭിഷേകം നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും കൂടി നേരെ ഓടിപ്പോയി ആ തീർത്ഥം കുടിക്കുന്ന തിരക്കിലാണ്. കലശം മുതലായവ നടക്കുമ്പോൾ ബ്രഹ്മകലശം പകുതി ആടി അത് മുഴുമിക്കുവാൻ പോലും നാം തയ്യാറല്ല, കാണുവാൻ, ദർശിക്കുവാനായിട്ട്. അതിനിടയ്ക്ക് ഓട്ടമാണ്. നേരെ ആ തീർത്ഥവാരി അല്ലെങ്കിൽ ആ ഓവിൻ്റെ അടുത്തേക്ക് ഓടിപ്പോയിട്ട്, പ്രണാളത്തിൻ്റെ അടുത്തേക്ക് ഓടിപ്പോയിട്ട് അതിൽ നിന്ന് നാം തീർത്ഥം കുടിക്കുകയാണ്. ഇതൊന്ന് ശ്രദ്ധിക്കുക. എന്തുകൊണ്ട് കുടിക്കരുത് എന്ന് നമുക്ക് നോക്കാം. ഈ ക്ഷേത്രത്തിനകത്ത് ശാന്തിക്കാരെല്ലാവരും തന്നെ, മേൽശാന്തി, കീഴ്ശാന്തി മുതലായവർ പുറത്ത് നടക്കുന്നു, അകത്ത് കയറുന്നു. ഇങ്ങനെ ഒരു 100,000 പ്രാവശ്യം പല ആവശ്യങ്ങൾക്കായിട്ട് അവർ പുറത്തേക്ക് ഇറങ്ങുന്നു, പുറമേ അവിടെയും ഇവിടെയും നടക്കുന്നു, തിടപ്പള്ളിയിൽ കയറുന്നു, തിടപ്പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങുന്നു. അതോടുകൂടി തന്നെ അവർ അകത്തേക്ക് പ്രവേശിക്കുകയാണ്. അപ്പോൾ ഈ കാലിലുള്ള അഴുക്കെല്ലാം തന്നെ ശ്രീകോവിലിനകത്ത് അവിടെ പറ്റിപ്പിടിക്കും. ഇത് ഒരു ദിവസത്തെ കാര്യമായിട്ട് ചിന്തിക്കരുത് ഏവരും. ഇത് 365 ദിവസവും സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ഇനി അഭിഷേക ജലം നോക്കിക്കഴിഞ്ഞാൽ തന്നെ അഭിഷേകം ജലം മാത്രമല്ല, പാലുണ്ട്, നെയ്യുണ്ട്, തേനുണ്ട്, തൈരുണ്ട്, പഞ്ചാമൃതമുണ്ട്, ഭസ്മമുണ്ട്, കളഭമുണ്ട് എന്നിങ്ങനെ കുറേ വസ്തുക്കളുണ്ട്. ഇതെല്ലാം തന്നെ പൂർണ്ണമായിട്ടും ശ്രീകോവിലിൽ നിന്ന് കഴുകി വൃത്തിയാക്കി മുന്നോട്ട് പോകുന്നുണ്ടോ എന്നുള്ള ഒരു സംശയം. പൂർണ്ണമായിട്ടും അതങ്ങനെ പറ്റിപ്പിടിച്ച് ഈ ഓവിൻ്റെ സൈഡിലെല്ലാം ഇരിക്കും. അവിടെ പല്ലി, പാറ്റ മുതലായവ തീർച്ചയായിട്ടും ഉണ്ടാകും. ഒരിക്കലും അതില്ല എന്ന് പറയാൻ പറ്റില്ല. ചില ക്ഷേത്രങ്ങളിൽ പൂർണ്ണമായിട്ടും വൃത്തിയാക്കാറുണ്ട്. പക്ഷെ നമുക്കറിയില്ലല്ലോ എവിടെ വൃത്തിയാക്കി എവിടെ വൃത്തിയാക്കിയില്ല എന്നുള്ളത്. ആയതിനാൽ ഈ ജലം അതുവഴി വരുമ്പോൾ ഇതിൻ്റെയൊക്കെ മാലിന്യങ്ങളെല്ലാം തന്നെ ആ തീർത്ഥത്തിൽ ഉണ്ടാകുമെന്നും ആ തീർത്ഥമാണ് നാം കുടിച്ച് നിർവൃതി അടയുകയാണ്. എന്നിട്ട് അതിൻ്റെ പകുതി തലയിൽ തേക്കുകയാണ്. തല നരയ്ക്കുവാനായിട്ട് ഇതിൽ പരം വേറെ മരുന്നില്ല. അത്യന്തം ഫലപ്രദമായ മരുന്നാണ് തലനരയ്ക്ക്. ഇത് നമുക്ക് ഉപയോഗിക്കാം. കാരണം നെയ്യെല്ലാം കൂടി കലർന്ന് വരികയാണത്. ഏവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഈ തീർത്ഥം എങ്ങനെ കുടിക്കണം? തീർത്ഥം ഒരു മരുന്നാണ്. വിഗ്രഹത്തിൽ അഭിഷേകം ചെയ്ത് മന്ത്രത്തോടുകൂടി രുദ്രം, പുരുഷസൂക്തം മുതലായവ ജപിച്ച് അഭിഷേകങ്ങളൊക്കെ നടത്തി ആചാര്യൻ ഇല്ലെങ്കിൽ ശാന്തിക്കാരൻ, മേൽശാന്തിയോ കീഴ്ശാന്തിയോ പൂജ കഴിക്കുന്ന ആൾ ഒരു പാത്രത്തിൽ പീഠത്തിൽ നിന്ന് തന്നെ ഡയറക്റ്റായിട്ട് ശേഖരിച്ച് അതിനെ കിണ്ടിയിലേക്ക് മാറ്റി ഇല്ലെങ്കിൽ ശംഖിലേക്കാക്കി ശംഖിലൂടെ നമുക്ക് തീർത്ഥം തരികയാണ്. ആ തീർത്ഥം ശുദ്ധമാണ്, പവിത്രമാണ്, എല്ലാ വ്യാധികളും നീങ്ങും തീർച്ചയായിട്ടും. പക്ഷേ അത് നാം വാങ്ങിക്കുടിക്കാറുണ്ടോ എന്നറിയില്ല. ഇന്ന് പല ക്ഷേത്രത്തിലും അത് സാധിക്കാതെ വരുന്ന പക്ഷം ഒരു വലിയൊരു കണ്ടെയ്നറിൽ തീർത്ഥം ശേഖരിച്ച് ഡയറക്റ്റായിട്ട് തന്നെ പീഠത്തിൽ നിന്ന് വരുന്ന തീർത്ഥത്തെ ശേഖരിച്ച് വലിയൊരു കണ്ടെയ്നർ പാത്രത്തിലേക്കാക്കി പുറമേ വെച്ചിട്ടുണ്ട്, പുറത്ത് വെച്ചിട്ടുണ്ട് വലിയ ക്ഷേത്രങ്ങളിലൊക്കെ. അപ്പോൾ നാം അത് അവിടെ നിന്ന് തന്നെ ഡയറക്റ്റായിട്ട് നമുക്ക് എടുത്ത് കുടിക്കുവാൻ സാധിക്കും. അപ്പം ഇതിലൂടെ പറയുവാൻ ഉദ്ദേശിച്ചത് ക്ഷേത്രത്തിലെ തീർത്ഥം ഡയറക്റ്റായിട്ട് പ്രണാളത്തിലൂടെ ഒഴുകി വരുന്ന തീർത്ഥം കുടിച്ച് ജീവൻ കളയരുത് എന്നൊരു അപേക്ഷയുണ്ട്. എന്തുകൊണ്ടിങ്ങനെ പറഞ്ഞു? ജീവൻ കളയുവാനായിട്ട് ഇതിൽ എന്തുമാത്രം പ്രസക്തിയാണ് ഉള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലതുള്ളി പെരുവെള്ളമാണ്. നിത്യം കുടിക്കുമ്പോൾ ഉള്ള മാലിന്യങ്ങളും അഴുക്കെല്ലാം തന്നെ ശരീരത്തിനകത്തേക്ക് പോകുകയാണ് എന്നുള്ള വസ്തുത നമ്മളെ കണ്ട് മറ്റുള്ളവർ പഠിക്കുകയാണ്. 1 നിന്ന് 10, 10 നിന്ന് 100, 100 1000 ആകുന്നു.
അങ്ങനെ ആ ഒരു പ്രക്രിയ തന്നെ ശാസ്ത്രമാണെന്ന് വിധിച്ച് നാം എല്ലാം ചെയ്ത് മുന്നോട്ട് പോകുന്നു. ഇത് സ്വീകാര്യമാണെങ്കിൽ ദയവ് ചെയ്ത് ഏവരിലേക്കും ഈ ഒരു ഇൻഫർമേഷൻ എത്തിക്കുക. ക്ഷേത്രത്തിലെ തീർത്ഥം തീർച്ചയായിട്ടും കുടിക്കണം. ശാന്തിക്കാരിൽ നിന്ന് തന്നെ വാങ്ങിച്ച് കുടിക്കുവാൻ ശ്രമിക്കുക. ശ്രദ്ധയോടുകൂടി ഭക്തിയോടുകൂടി പാനം ചെയ്യുക. നമസ്കാരം.